നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അതായത് അഡീഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫറൻസ് അതായത് നമ്മുടെ സബ്ട്രാക്ഷൻ അത് വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ, വെറുതെ ഒരു സ്കേലാർ നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ 2 മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. ഇങ്ങനെ 4 ഓപ്പറേഷൻ ആണ് നമ്മൾ ഈ മെട്രിക്സിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ഓപ്പറേഷനായിട്ട് ഓരോരോ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡീഷൻ ഓഫ് മെട്രിസസ് ആണ്. ഇത് വളരെ ഈസിയാണ്. അഡീഷൻ ഓഫ് മെട്രിസസ് എന്ന് പറയുന്നത് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 2 മെട്രിക്സ് തരും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 മെട്രിക്സിൻ്റെയും ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരു 2/3 മെട്രിക്സ് ആണെങ്കിൽ 2 മെട്രിക്സും 2/3 മെട്രിക്സ് തന്നെ ആയിരിക്കണം. അല്ലാതെ ഒന്ന് 2/3യും ഒന്ന് 3/2 ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതവിടെ അഡീഷൻ പോസിബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നമ്മളെ കറസ്പോണ്ടിങ് എലമെന്റ് ഉണ്ടല്ലോ 2 മെട്രിക്സിൻ്റെയും, അത് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ, മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ നോക്കിയേ 1 2 3 കണ്ട. ഇവിടെ 3 റോ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ എത്ര വരുന്നുണ്ട്? കോളം വരുന്നത് 2 ആണ്. അപ്പോൾ ഇതൊരു 2/3 മെട്രിക്സ് ആണ്. അതുപോലെ ഈ മെട്രിക്സ് ബി തന്നിട്ടുണ്ട്. അതും 3 റോസ് ആണ്, 2 കോളംസ് ആണ്. 2/3 അല്ല, 3/2. 3 റോസ് ആൻഡ് 2 കോളംസ്. ആദ്യം നമ്മൾ റോയുടെ നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒരു 3/2 മെട്രിക്സ് ആണ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 മെട്രിക്സും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് എലമെന്റ് A11ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് എത്രയാണ്? 80. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മെട്രിക്സ് ബിയിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 90. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ 2 നമ്പറുകൾ ആഡ് ചെയ്യുക. കണ്ടോ? 80 + 90. കണ്ടോ? 80 + 90 വരുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എലമെന്റ് അതായത് നമ്മുടെ A12 അത് ഇവിടെ 60 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത് കണ്ടോ? 50 ആണ്. അപ്പോൾ ആ 60 + 50 ആണ് രണ്ടാമത്തെ എലമെന്റ്. അതേപോലെ ഓരോ കറസ്പോണ്ടിങ് എലമെന്റും നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് വരികയാണെങ്കിൽ അതാണ് നമ്മുടെ എന്ത് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 80 + 90 = 170. അതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. പിന്നെ 60 + 50 110. കണ്ടോ? 75 + 70 145. 65 + 55 120. ഇവിടെ 90 + 75 165. ഇവിടെ 85 + 75 160. കണ്ടോ? ആ കറസ്പോണ്ടിങ് എലമെന്റുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഡിഫറൻസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ വരിക കേട്ടോ. സബ്ട്രാക്ഷനിലും കറസ്പോണ്ടിങ് എലമെന്റുകൾ എടുത്തിട്ട് നമ്മൾ അത് മൈനസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് സെയിം ഓർഡർ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരെണ്ണം 2/3യും ഒരെണ്ണം 3/2 ആകുമ്പോൾ ഇവിടെ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. അപ്പോൾ 1 2 -1 3 ഇതാണ് ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കുക. അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 3 0 6 5 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രണ്ടിൻ്റെ ഓർഡറുകൾ വ്യത്യാസമുണ്ട് അല്ലേ? ഇതൊരു 2/2 മെട്രിക്സ് ആണ്, ഇതൊരു 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റുകൾ എടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 + 1 2 2 + 2 4. പക്ഷെ ഇവിടെ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എലമെന്റ് ഇല്ല, കാരണം ഇവിടെ 3rd കോളം ഇല്ല അല്ലേ? അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സെയിം ഓർഡർ വേണമെന്ന് നമ്മൾ പറയുന്നത്. ഡിഫറൻസ് ചെയ്യുകയാണെങ്കിലും സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് സെയിം ഓർഡർ വേണം. ഇതേപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റ് എടുത്തിട്ട് നമ്മൾ സബ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ മെട്രിക്സ് നമുക്ക് ആ സെയിം ഓർഡറിൽ തന്നെ ഇവിടെ കിട്ടും. ഇവിടെ കണ്ടോ? എ എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് A + B. ഇപ്പോൾ കണ്ടോ? ജസ്റ്റ് ആ എലമെന്റുകൾ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ √3 + 2 അപ്പോൾ 2 + √3 എന്ന് എഴുതാം. അതുപോലെ 1 + √5 1 + √5 -1 + 1 അപ്പോൾ -1 + 1 0. പിന്നെ 2 + -2 അപ്പോൾ അതും 0 ആണ്. പിന്നെ 3
+3 അത് 6 ആണ്. 0 + ഹാഫ് ആണ്. കണ്ടോ? അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ജസ്റ്റ് ആഡ് ചെയ്യുണ്ടോ, അല്ലാതെ വേറെ ഒരു കാര്യവും നമ്മൾ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അഡീഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ. നമ്മൾ സാധാരണ അഡീഷന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന പോലെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ A+B എന്ന് പറയണതും B+A എന്ന് പറയണതും രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ എയുടെ കൂടെ ബി ആഡ് ചെയ്താലും B+A അങ്ങനെ ആഡ് ചെയ്താലും സെയിം തന്നെയാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അസോസിയേറ്റീവ് ലോ, അതായത് നമുക്ക് 3 മെട്രിക്സ് ഉണ്ട്, A, B, C എന്ന് പറഞ്ഞ 3 മെട്രിക്സ്. അപ്പൊ ആദ്യം നമ്മൾ A+B എടുത്ത് ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ ആ കിട്ടിയ ആൻസറിന്റെ കൂടെ C ആഡ് ചെയ്തു. അല്ലാതെ B+A ആഡ് ചെയ്തിട്ട് ആ മെട്രിക്സിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്താലും ഒരുപോലെ തന്നെയാണ്. നമുക്ക് 2 പ്രാവശ്യം ചെയ്യുന്ന ആൻസർ എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പൊ അസോസിയേറ്റീവ് ലോയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു മെട്രിക്സിന്റെ കൂടെ 0 ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടൂലേ? ഏത് മെട്രിക്സിന്റെ കൂടെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ഓർഡറിലുള്ള ഒരു 0 മെട്രിക്സ് ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 1 2 0 7 ഇതാണ് ഒരു മെട്രിക്സ് എങ്കിൽ ഇപ്പൊ ഇതൊരു 2x2 മെട്രിക്സ് ആണ്. അപ്പൊ 2x2 തന്നെ ഞാനൊരു 0 മെട്രിക്സ് എഴുതി. 0 0 0 0. കറസ്പോണ്ടിങ് എലമെന്റ് എടുത്ത് ആഡ് ചെയ്ത് നോക്കിയേ. 1 + 0 1, 2 + 0 2, 0 + 0 0, 7 + 0 7. കണ്ടോ? ആ സെയിം മെട്രിക്സ് തന്നെ എനിക്ക് കിട്ടി അല്ലേ? ഇതാണ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഈ 0 മെട്രിക്സ് ആണ് നമ്മുടെ ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് അതിവിടെ ഉണ്ട്. ഇപ്പൊ ഇതാണ് മെട്രിക്സ്, നമ്മുടെ മെട്രിക്സ് A എന്ന് വിചാരിക്കേ. അപ്പൊ ഇതിന്റെ -A എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഇതിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി. -A അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ എലമെന്റ്സ് ഒക്കെ എന്താ സൈൻ എന്താന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ -1 -2 0 -7. കണ്ടോ? ഇതാണ് അതിന്റെ -A എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ 1 -1 0 കിട്ടും. 2 + -2 0, 0 + 0 0, 7 + -7 0. കണ്ടോ? നമുക്കപ്പോ ആൻസർ എന്താ വരുന്നത്? ഒരു 0 മെട്രിക്സ് ആണ്. അതുകൊണ്ട് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതാണോ മെട്രിക്സ് അതിന്റെ നെഗറ്റീവ് മെട്രിക്സ് ആയിട്ട് വരും. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് മെട്രിസസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അഡീഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അഡീഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഡിഫറൻസ് ഓഫ് മെട്രിസസ്. ഇവിടെയും നമ്മൾ ഒരു തരത്തിൽ ആഡ് ചെയ്യാണ് ചെയ്യണത്. ഇപ്പോൾ A - B എന്ന് പറയുമ്പോൾ നമുക്ക് ബിയുടെ എന്തെടുക്കണം? -B എടുക്കുക. അപ്പോൾ A + -B അല്ലെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ് സെയിം ഓർഡർ ആയിരിക്കണം. അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ 2 മെട്രിക്സുകൾ സെയിം ഓർഡറിലായിരിക്കണം. അങ്ങനെയുള്ള 2 മെട്രിക്സുകളുടെ കറസ്പോണ്ടിങ് എലമെന്റ് എടുത്തിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ A - B ആണെങ്കിൽ 1 - 3 അതെന്താണെന്ന് വെച്ചാൽ അതാണ് ഫസ്റ്റ് എലമെന്റ്. 2 × -1 അതാണ് അടുത്തത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 1 2 6 -5 4 3. ഇത് മെട്രിക്സ് A ആണ്. ഇനി മെട്രിക്സ് B എന്ന് പറയുന്നത് 0 2 -3 6 5 4. ഇതാണ് നമ്മുടെ മെട്രിക്സ് B. അപ്പൊ നമുക്ക് A - B ആണ് കാണേണ്ടത്. അപ്പൊ നമ്മുടെ കറസ്പോണ്ടിങ് എലമെന്റ് എടുക്കാം. 1 -0. അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ എഴുതാം 1 -0. ഇനി രണ്ടാമത്തെ എലമെന്റ് എന്താണ്? 2 -2. അപ്പൊ 2 -2. അടുത്തത് 6 -3. അപ്പോൾ 6 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ അത് പ്ലസ് ആവും. 6 + 3. പിന്നെ -5 -6 -5 -6 4 -5 4 -5 3 -4 3 -4. ഇങ്ങനെയാണ് നമ്മുടെ കറസ്പോണ്ടിങ് എലമെന്റിന്റെ സബ്ട്രാക്ഷൻ വരുന്നത്. ഇനി 1 - 0 എന്താണ്? 1 2 - 2 0 6 + 3 9 -5 -6 -11 4 -5 -1 3 -4 -1. അപ്പൊ കണ്ടോ, ഇതാണ് നമ്മുടെ A - B എന്ന് പറയുന്നത്. രണ്ടും സെയിം ഓർഡർ ആയിരുന്നു അല്ലേ? രണ്ടും
2/3 ഓർഡർ ആയിരുന്നു, 2 റോസും 3 കോളംസും. അപ്പൊ സെയിം ഓർഡർ ആണോ എന്ന് നോക്കണം. പിന്നെ ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ് എടുത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. അതുപോലെ അഡീഷൻ ആയാലും കറസ്പോണ്ടിങ് എലമെന്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും അത്ര മാത്രമേ വരുന്നുള്ളൂ, നമുക്ക് അത്ര അധികം ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് പഠിക്കാം, മെട്രിക്സിന്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും അതേപോലെ തന്നെ എന്തുണ്ട് 2 മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്